ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിനി ഷിബു വ്ളോഗ്സ്. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ബ്ലൗസ് തയ്ക്കണേ. ഇച്ചിരി വ്യത്യാസമൊക്കെ ഉള്ള ഒരു ബ്ലൗസ്. സാധാരണ നോർമൽ ബ്ലൗസിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളുള്ള ഒരു ബ്ലൗസ് നമുക്ക് ഇന്ന് തയ്ച്ചു നോക്കാമേ. നമുക്ക് ഇപ്പം അളവിന് കിട്ടിയേക്കുന്ന ബ്ലൗസ് ഇതാണ്. ഈ ബ്ലൗസ് കറക്റ്റ് ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഈ ബ്ലൗസ് ഒക്കെ ഇട്ടാൽ പുള്ളിക്കാരത്തേക്ക് ഇത് ഇങ്ങനെ ഇറങ്ങി വരും. ഈ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ താഴോട്ട് വരും. ഒരു പ്രശ്നം. പിന്നെ നല്ല കൂനുണ്ട്. അതായത് ഷോൾഡർ ഇങ്ങനെ അകത്തോട്ട് കൂരുണ്ട്. ഷോൾഡർ ഇറങ്ങിയതുമാണ്. ഷോൾഡർ നല്ല ചരിഞ്ഞ ഷോൾഡറുമാണ്. അപ്പം ഇതിന് നമ്മൾ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നമുക്കിപ്പം നോക്കാം. അതിനായിട്ട് ഇത് ഇച്ചിരി വലിയ ബ്ലൗസാ. ഞാൻ അതിനായിട്ട് 1.15 തുണി എടുത്തേക്കുന്നത്. 1.15. ആദ്യം നമുക്ക് എപ്പോഴും പോലെ കൈ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാമേ. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിലാണല്ലോ നമ്മളുടെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ബാക്കിലും ഫ്രണ്ടിലുമാണ് വരുന്നത്. കൈ എപ്പോഴും പോലെ അതിലിരിക്കുന്ന അളവ് തന്നെയാ. കൈക്ക് വേണ്ടി 1.5 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം മടക്കി തയ്ക്കാനേ. എന്നിട്ട് അളവ് ബ്ലൗസ് വെച്ചാൽ നമ്മൾ വെട്ടുന്നത്. ഈ തുണിയെക്കാട്ടിൽ ഒരു 1/4 ഇഞ്ച് കൂടുതൽ ഇട്ടേക്കണം. ഇത് 2x2 വാഷ് ചെയ്യുമ്പോൾ ഇത് ചെറുതാകും. പിന്നെ നമ്മൾ തുണി ഇറക്കം കുറച്ചു കംപ്ലൈന്റ് പോലെ. അതിനെക്കാട്ടും നല്ലത് ഇപ്പോഴേ ഒരു 1/4 ഇഞ്ച് കൂടുതൽ ഇട്ടേക്കുക. അവരോട് നമ്മൾ പറയുക കഴിയുമ്പോൾ ഇത് കറക്റ്റ് ആയിക്കോളൂ എന്ന് പറയണം. 1/4 ഇഞ്ചേ ഉള്ളത്, വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. എന്നിട്ട് അംഹോൾ എത്രയാണെന്ന് നോക്കാം. അംഹോൾ 9, 18 ഇഞ്ചാണ്. 9 ഇഞ്ച്. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് എടുക്കുക. ഈ 2 എടുത്താലും കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കയറ്റി കട്ട് ചെയ്യും. ഞാൻ ഇത് കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാ 2 എടുക്കുന്നത്. ഇവിടുന്ന് 7 ഇഞ്ച്. ഇത് രണ്ടും കൂടെ മാർക്ക് ചെയ്യുക. കൈയുടെ ചുറ്റളവ് 5.25. എല്ലാം കൂടെ മാർക്ക് ചെയ്തു. അപ്പൊ നമ്മളിത് വെട്ടിങ് എടുക്കാം. കൈയൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എന്നും വെട്ടുന്നതല്ലേ നമ്മള്. ഇവിടെ നമ്മള് 1/4 ഇഞ്ച് താഴെ തുണി പീസ് അറ്റാച്ച് ചെയ്യാനേ. ഇതിനെക്കാട്ടി ഇപ്പൊ ഞാൻ 1 ഇഞ്ച് കൂടുതൽ വെക്കുക ഇറക്കമേ. ഒന്നാമത് ചുരുങ്ങും. അത് മാത്രമല്ല ഈ ബ്ലൗസ് ഇവർക്ക് ഇടുമ്പോ ഫ്രണ്ടിലോട്ട് ഇറങ്ങി ഇറങ്ങി വരും, വൃത്തികേടായിട്ടുണ്ടാവും. അപ്പം അത് കാരണം ഞാൻ 1 ഇഞ്ച് ഇറക്കം കൂട്ടി വെക്കുന്നുണ്ട്. ഇവിടെ ഒരു മാർക്ക്, ഇവിടെ ഒരു മാർക്ക്. ഇറക്കം 7 ഇഞ്ചേ ഉള്ളേ. അപ്പൊ നമ്മൾ 2.25 ഇഞ്ച് കഴുത്തകലം വെച്ചാൽ ശരിയാകത്തില്ല. അപ്പൊ നമുക്ക് 3 ഇഞ്ച് വെക്കാം. തയ്ച്ചു വരുമ്പോ 3.25 ആകും. പിന്നെ ഷോൾഡർ ഇവർക്ക് ഇതിനകത്ത് ഫിനിഷ് ഈ ബ്ലൗസില് 2.5 ഇഞ്ച് ഉണ്ട്. അപ്പൊ നമുക്ക് 3.25 വെച്ചാൽ മതി. 3.25. അത് 3/4 ഇഞ്ച് തയ്ക്കാൻ വേണം. ഇവിടുന്ന് കഴുത്ത് തയ്ക്കുമ്പോൾ 1/4 ഇഞ്ച് ഒരു പോയിന്റ് പോവും. ഇവിടുന്ന് ഇങ്ങോട്ട് കൈ അറ്റാച്ച് ചെയ്യുമ്പോഴും പോവും. അപ്പൊ 3.25 ഇഞ്ച് വെച്ചാൽ തയ്ച്ചു കഴിയുമ്പോൾ 2.5 ഇഞ്ച് കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇവിടെ നമ്മൾ 6 ഇഞ്ച് അങ്ങ് എടുക്കുവാണേ. നോക്കാം നമുക്ക്. ഇതിന്റെ ബാക്ക് 23 ഉണ്ട്. 23. അപ്പൊ 11.5. 11.5 ഇഞ്ച്. പിന്നെ ഇവിടുന്ന് നമ്മളൊരു 1/2 ഇഞ്ച് ഷോൾഡർ ഇങ്ങോട്ട് ഇറക്കുക. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇവർക്ക് ഷോൾഡറിന് നല്ല ചരിവാണ്. അപ്പം കൈ വന്ന് നമുക്കിങ്ങനെ ഈ ഷോൾഡറിന്റെ പാതിക്ക് മേളിലല്ലേ ഇങ്ങനെ ചരിവ് വരുന്നത്. അപ്പൊ ഈ കൈ ഇവിടെ, അതായത് ഇവർക്കൊരു 18 ഇഞ്ച്, ഇവർക്കൊരു 16 ഇഞ്ച് ഷോൾഡർ ഉണ്ടെങ്കിൽ
8 8 16 ഇവിടെ വരും അവരുടെ കൈ. ഇവിടെ വരും ഈ ഇങ്ങനെ നീങ്ങി ഇവിടെ വരുമല്ലോ നമ്മുടെ ഈ ഷോൾഡറിന്റെ ഭാഗം ഇങ്ങോട്ട് വരും ഇട്ട് വരുമ്പോ. അപ്പൊ ഈ ലാസ്റ്റ് ഭാഗത്താണ് നമുക്ക് ഇങ്ങനെ ചരിവ് വരുന്നത്. ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഷോൾഡറിന്റെ പകുതിയുടെ കഴുത്തും കഴിഞ്ഞ ഒരു പകുതിയും കൂടെ കഴിയുമ്പോഴാണ് ഇങ്ങനെ ചരിവ് വരുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഇതിങ്ങനെ ഒന്നില്ലെങ്കിൽ ഉയർന്നു പോവും, അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരും. പിന്നെ കൂനുള്ളത് കാരണവും പിന്നെ അത്യാവശ്യത്തിന് ചെസ്റ്റ് വെച്ചിട്ട് കൂടുതലുള്ള കാരണം ഇതിങ്ങനെ ഇറങ്ങി വരും. അത് കാരണം നമ്മളിവിടെ 1/4 ഇഞ്ച് ചരിച്ച് മാർക്ക് ചെയ്യുവാണേ. എന്നിട്ട് ഈ ചരിച്ചിടത്തു നിന്ന് 6 വെക്കാം, മേളിൽ നിന്ന് 6.25. ഇവിടെ കഴുത്ത് മാർക്ക് ചെയ്തു. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് കൊടുക്കണം. വലിയ ബ്ലൗസ് അല്ലേ. 9 കറക്റ്റായിട്ട് 9 വന്നു. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എടുക്കണം, കാരണം വലിയ ബ്ലൗസാ. നമ്മൾ ചിലപ്പോൾ കാൽക്കുലേഷൻ ഒക്കെ എടുത്തു വരുമ്പോൾ കപ്പൊക്കെ തയ്ച്ചു വരുമ്പോൾ പ്രശ്നം വരും. അത് കാരണം സ്ട്രെയിറ്റ് തന്നെ എടുക്കണം ഇങ്ങനെയുള്ള ബ്ലൗസുകളെ. ചെസ്റ്റ് കൂടുതലുള്ള ആളാ, അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് പീസ് തന്നെ എടുക്കണം കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം. ഇവിടുന്ന് ഒരിച്ചിരി മേലോട്ട് ഇട്ട് വേണം കട്ട് ചെയ്യാൻ. കപ്പൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പം തികയാതെ വരും. അത് കാരണം ഈ ഓരത്തിൽ ഇറക്കി എപ്പവും പോയിട്ട് ഇച്ചിരി മേലോട്ട് തന്നെ ഇട്ടേക്കണം. എല്ലാം ഔട്ട്ലൈൻ ചെയ്തെടുത്തേക്കാമേ. ഇവിടുന്ന് ഇങ്ങനെ നല്ല നീക്കി വരയ്ക്കണം. ഫസ്റ്റ് ഓൾറെഡി ഇവിടെ ചരിഞ്ഞായിരിക്കുന്നത്, ആ ചരിവിനനുസരിച്ച് അങ്ങ് സ്ട്രെയിറ്റ് ആക്കിയേക്കാം. താഴെയും ഒരു വര. എന്നിട്ട് നമുക്കിതിൽ ബ്ലൗസിന്റെ കഴുത്ത് എത്ര ഉണ്ടെന്ന് നോക്കണം. 9 ഇഞ്ചുണ്ട്. ഇപ്പൊ ഒരു 6 ഇഞ്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇവിടുന്ന് എപ്പോഴും പോലെ 1/4 ഇഞ്ച് തള്ളി വെട്ടണം. എന്നിട്ട് നമ്മൾ കഴുത്ത് 3 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 3.25 എടുത്തേക്കാം. എട്ടരേ ഉള്ളൂ. ഒരു ശകലം കൂടെ ഇറക്കിയേക്കാമേ. ഇനിയാണ് നമ്മളുടെ കപ്പിന്റെ പണി. കപ്പിന്റെ ഇറക്കം ഇവർക്ക് 11.5 താഴോട്ട് മൊത്തം 14.5 ഉള്ളൂ. ഇത് പോരാ, ഇവർക്ക് 15.5 വേണം. അപ്പൊ നമുക്ക് 11.5 15.5 എന്ന് വെക്കാം. 11.5 15.5 എന്ന് വെക്കാം. അതുകൊണ്ടാണ് കൂടുതലും ഷോൾഡറിൽ ബ്ലൗസ് നിൽക്കാതെ ഇറങ്ങി പോരുന്നത്. ഈ കപ്പിന്റെ സൈസ് ചെറുതായതുകൊണ്ടാണ്. കപ്പ് മേളിൽ നിൽക്കുക ഇങ്ങനെ. അപ്പം അത് ഫിറ്റ് ആകാത്ത കാരണം, ഒരു സീറ്റ് ആകാത്ത കാരണം അതിങ്ങനെ ഇറങ്ങി തൂങ്ങി വരുന്നത് കൊണ്ടാണ് ഷോൾഡറിൽ ബ്ലൗസ് നിൽക്കാതെ ഷോൾഡറിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നത്. ഇത് ഇവിടാണ് നമ്മളുടെ കപ്പിന്റെ പോയിന്റ്. ഇവരുടെ ബ്രസ്റ്റിന്റെ പോയിന്റ് എത്ര ഇഞ്ചിലാണെന്ന് നോക്കണം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇതിലോട്ട് പിടിക്കുമ്പം ഇത് 4.25 ഇഞ്ചാ കൊടുത്തേക്കുന്നത്. 4.25. അപ്പൊ നമുക്ക് ഇവിടെ തയ്ക്കാനും തുണി വേണമല്ലോ. അപ്പൊ 4.5 എന്ന് വെക്കാം. 4.5 ഇഞ്ച്. ഇവിടെ 1/4 ഇഞ്ച് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോകും. ഈ ഹുക്കിന്റെ അവിടുത്തെ ഇതിന്റെ ഇറക്കം 5.25 ഇഞ്ചാണ്.
നമുക്കപ്പോ 6.25, ഞാൻ 1/2 ഇഞ്ചും കൂടെ 1/4 കൂടെ ചേർത്ത് 6.5 ഇഞ്ചെന്ന് വെക്കുന്നത്. ഇതിൽ 5.25 ഉള്ളത്. അപ്പൊ 6.25 വെക്കേണ്ടത് നമ്മൾ ആക്ച്വലി. ഇപ്പൊ ഞാനിവിടെ 1/4 ഇഞ്ചും കൂടെ എടുത്ത് 6.5 ഇഞ്ചെന്ന് വെക്കുന്നേ. ഇവിടെ ആ ബ്ലൗസിൽ 7 ഉള്ളത്. അപ്പൊ നമ്മൾ 7.5 വെക്കുന്നത്. 7.5 വെക്കുക. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഇതിലോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട്, ആ ബ്ലൗസിൽ 3 ഇഞ്ചേ ഉള്ളു കപ്പ്. പറ്റത്തില്ല, അത് ഒത്തിരി വലിയ ബ്ലൗസ് ഇത്. 4 ഇഞ്ചെങ്കിലും കപ്പ് വെക്കണം, എങ്കിലേ ഈ കപ്പ് ഇവർക്ക് ശരിയായിട്ട് നിൽക്കത്തുള്ളൂ. ഇവിടെ നമ്മളിങ്ങോട്ട് ക്രോസിലൊരു വര. മനസ്സിലായോ? ഇവിടെ നമ്മൾ 4 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇവിടുന്ന് 4.25 ഇഞ്ച്, 4.5 എടുത്തിട്ടുണ്ട്. തയ്ച്ചു വരുമ്പോൾ 4.25 ആവും. ഇവിടെ നമുക്കിത് കട്ട് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഫ്രണ്ട് വന്ന് കുഴിച്ചു വെട്ടണം. ആം ഹോള് ഇവിടുന്ന് ഒരു ഇച്ചിരി ഇങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടൊക്കെ ഈ ബ്ലൗസില് ഈ ആം ഹോളിന്റെ ടക്കും സെന്റർ ടക്കും കൂടെ, മെയിൻ ടക്കും കൂടെ എത്ര ഇഞ്ച് ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കാം. ഇതിൽ 3 ഇഞ്ചുണ്ട്. നമ്മൾ അപ്പം 3 ഇഞ്ച് തന്നെ വെച്ചേക്കാം. 7 അപ്പം 4, 3 ഇഞ്ച് തന്നെ നമ്മളും വെച്ചേക്കാം. എന്താന്ന് വെച്ചാൽ അവർക്കത് അതിന്റെ ആവശ്യം ഉണ്ടാവും ചിലപ്പോൾ. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 3 ഇഞ്ചിലൊരു ടക്ക്. ഇവിടുന്ന് ഇവർക്ക് 1.5 ഇഞ്ച് ഗ്യാപ്പ് ഉള്ളൂ. പക്ഷെങ്കിൽ ഇവർക്ക് ഒരു ടക്ക് എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞു. 4 ടക്കുള്ള ബ്ലൗസ് ആണ് വേണ്ടുന്നത്. അപ്പൊ നമുക്ക് ഇച്ചിരി കൂട്ടിയെടുക്കണം. 2.5 ഇഞ്ച് മതിയെങ്കിൽ നമ്മൾ 3.5 ഇഞ്ച് എടുത്തെങ്കിൽ ടക്ക് ഒരു ടക്ക് എക്സ്ട്രാ പിടിക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് ഇപ്പം 1.5 ഇഞ്ച് ആ തുണിയിലുള്ളത്. കൂടെ 1.5 ഇഞ്ചും കൂടെ ചേർത്ത് 3 ഇഞ്ച് വെച്ചാൽ മതി. ഇപ്പം അവർക്ക് വന്ന് ടക്ക് 4 വേണ്ടുന്ന കാരണം നമ്മൾ 4 ഇഞ്ച് എടുക്കുവാണേ. 4 സൈഡിൽ 4, ഇവിടെ 4 എടുത്താൽ മതി. കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ കൂടുതലല്ലേ എടുക്കുന്നത്, അതുകൊണ്ട് 4 ഇഞ്ച് തന്നെ എടുക്കുക. ഇവിടെ നിങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് ഇറക്കിയാൽ മതിയേ. ഒത്തിരി ഇറക്കണ്ട. ഇതാണ് ഫ്രണ്ടിൽ നോച്ചിട്ടു എടുത്തു വെച്ചു. നമ്മുടെ ബ്ലൗസിന്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പൊ ഷോൾഡറിന്റെ ചരിവുള്ള ഹെവി ചെസ്റ്റ് ഉള്ള ബ്ലൗസ് ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരുന്ന ആളിന്റെ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് കണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഓക്കെ, ബൈ, സി യു.